എന്തോ സംഭവമുണ്ട്. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സോറി പറയാൻ വൈകിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു 100-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജനലിന്റെ അടുത്ത് നിന്ന് അതെന്താ സംഭവം? ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. മാനസികമായി ഞാൻ വളരെയധികം തകർന്നു പോയി. ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂല് അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. ഒരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. അപ്പൊ പറ്റിപ്പോയടാ, വേണ്ട വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായി പോയി. ഇവരോട് ഞാനൊരു 100 വട്ടം പറഞ്ഞതാ വേണ്ട വേണ്ട നിന്നോടാ. ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ ആള് പറഞ്ഞപ്പം അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഇനി ഇത് ആവർത്തിക്കരുത്. ഞാൻ അതിനെ എടുത്ത് ഞാൻ പറഞ്ഞില്ല, ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ലൊരു ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ട്. ഇങ്ങനൊന്നും ചെയ്യില്ല, 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.